നമസ്കാരം, ഏവർക്കും സ്വാഗതം. ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. 27 നക്ഷത്രങ്ങളാണുള്ളത്. അപ്പോൾ 27 നക്ഷത്ര സമൂഹങ്ങൾക്കും 27 തരം സ്വഭാവമാണുള്ളത്. ഒരു നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഒരാൾക്കുള്ള സ്വഭാവമായിരിക്കില്ല മറ്റ് ഒരു വ്യക്തിക്കുള്ളത്. നമ്മൾ പറയാറുണ്ട്, ഒരു അമ്മ പെറ്റ മക്കളാണെങ്കിൽ പോലും അവർ രണ്ടുപേരും രണ്ട് തരം സ്വഭാവം കാണിക്കുന്നത്. കാരണം അവരുടെ നക്ഷത്രങ്ങൾ രണ്ടാണ്. അപ്പോൾ രണ്ട് നക്ഷത്രക്കാർക്കും രണ്ട് തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ജനിക്കുന്ന സമയമനുസരിച്ച് ഇതിൽ മാറ്റം വരുമെങ്കിലും നക്ഷത്രത്തിൻ്റെ സ്വഭാവമൊക്കെയും പൊതുവായ ഫലങ്ങൾ ഒരുപോലെയായിരിക്കും. ചില നക്ഷത്രങ്ങളിലുള്ള മക്കൾ ജനിച്ചാൽ അവർക്ക് നല്ല കാലം വരുമെന്ന വിശ്വാസം ചില മാതാപിതാക്കൾക്കിടയിലുണ്ട്. എല്ലാ മക്കളും മാതാപിതാക്കളുടെ ഭാഗ്യമാണ് എങ്കിൽ പോലും ചില നക്ഷത്രങ്ങൾക്ക് അങ്ങനെയൊരു ചൊല്ലുണ്ട്. കോടീശ്വര യോഗം വരുന്നതാണ്. അതായത് ചില നക്ഷത്രത്തിലുള്ള മക്കൾ പിറക്കുകയാണെങ്കിൽ ആ നക്ഷത്രത്തിലുള്ള മക്കൾ നിമിത്തം അതിൻ്റെ മാതാപിതാക്കൾക്ക് കോടീശ്വര യോഗം, കോടീശ്വര ഭാവത്തിലേക്ക് ഉയരാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് സാരം. അപ്പോൾ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരുണ്ട്. അതായത് ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച മക്കൾ ജനിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള മാതാപിതാക്കൾക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ പ്രാരംഭകാലങ്ങളിൽ ഉണ്ടായാലും പിന്നീട് ആ മക്കൾ നിമിത്തം അവരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം അനവധി വന്നു കയറുന്നതുമാണ്. അപ്പോൾ അങ്ങനെ മക്കൾ നിമിത്തം കോടീശ്വര യോഗത്തിലേക്ക് കുതിക്കാൻ പോകുന്ന മാതാപിതാക്കൾ, അപ്പോൾ ഈ മക്കൾക്ക് ഈ നക്ഷത്രങ്ങൾ ഉണ്ടായാലാണ് മാതാപിതാക്കൾക്ക് ആ ഭാഗ്യം ഉണ്ടാകുന്നത് എന്നതുകൂടിയുണ്ട്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നത് പറഞ്ഞു തരാം. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണുക. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കണ്ട. ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. മാതാപിതാക്കൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രമാണ് അശ്വതി. പൊതുവെ അശ്വതി നക്ഷത്രം അത് സ്ത്രീ ആയാലും പുരുഷനായാലും വളരെയധികം ഭാഗ്യമുള്ള നക്ഷത്രമാണ്. സമ്പത്തിന് ഒരു കുറവും ഇവർക്കുണ്ടാകില്ല. എങ്ങനെയായാലും ചെറിയ ചെറിയ തൊഴിൽ ചെയ്താണെങ്കിൽ പോലും സ്ത്രീകളായാലും പുരുഷനായാലും വരുമാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സ്ത്രീകൾ ചെറിയ കൈത്തൊഴിലുകൾ, തയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തായാലും എങ്ങനെ പോയാലും നാലുകാലിൽ വീഴും എന്ന് പറയാറില്ലേ നമ്മൾ ചില ആളുകളെ കുറിച്ച്. അതുപോലെ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ. എപ്പോഴും അവരുടെ കീശയിൽ 10 രൂപയെങ്കിലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല. അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ ധനം ഒഴിയുകയില്ല. ഒരുപാട് കോടികൾ ബാങ്ക് ബാലൻസ് ഉള്ള കാര്യമല്ല പറഞ്ഞത്. എപ്പോഴായാലും നമ്മൾ പറയാറില്ലേ, 1 രൂപ പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ല ചില ആളുകൾ പറയില്ലേ, അതേപോലെ ആയില്ല ഇവരുടെ കാര്യം. ഇവരുടെ കാര്യം എങ്ങനെ പോയാലും ഒരു ചായ കുടിക്കാനുള്ള കാശെങ്കിലും എപ്പോഴും ഇവരുടെ കീശയിൽ ഉണ്ടായിരിക്കും. അത് അശ്വതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർ വീടിന് ഭാഗ്യമാണ്. അതായത് ഇവർ വീടിന് ഭാഗ്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഇവരൊരു ഭാഗ്യം ഉള്ള ആളുകൾ തന്നെയാണ്. അത് സ്ത്രീ ആയാലും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനായാലും. അതുകൊണ്ട് തന്നെ ഇവർ മാതാപിതാക്കളുടെ കഷ്ടകാലം മാറ്റി അവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശമായിട്ടായിരിക്കും ഈ കുട്ടികൾ കടന്നു വരുന്നത്. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ ജനിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഭവനത്തിലുള്ള മാതാപിതാക്കളാണ് നിങ്ങൾ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അശ്വതി നക്ഷത്രത്തിലുള്ളവരാണെങ്കിൽ വളരെയധികം സന്തോഷിച്ചോളൂ. അവർ നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ അവർ ജോലിയിൽ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരുടെ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കാനുള്ള പല കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങൾ നിമിത്തം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരാൻ ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുമെന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കുഞ്ഞുങ്ങളും ഭാഗ്യമാണ്, ദൈവം തരുന്ന വരദാനമാണ് കുട്ടികൾ. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അത് ശരി തന്നെയാണ്. എങ്കിലും ചില നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതകൾ നമ്മൾ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ ഏറ്റവും ഭാഗ്യം ചെയ്ത കുട്ടികൾ തന്നെയാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ജന്മനാ മാതാപിതാക്കൾക്ക് ഭാഗ്യവുമായി വരുന്നവരാണ് ഭരണി നക്ഷത്രം ജനിച്ച ആളുകൾ. ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകത ഒരുപാട് ഹൈറ്റ് ഒന്നും ഇവർക്ക് വരില്ല. ഇവര് നമ്മൾ പറയേണ്ട ഭരണി നക്ഷത്രം, ഭരണി അവനെ കണ്ടാലും ഒരു വളരെ നീളമില്ല, ഒരു ആവശ്യത്തിനുള്ള ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള, ഒരുപാട് നീളം കൂടുതലും ഇല്ല കുറവുമില്ലാത്ത അവസ്ഥയിലുള്ള ആളുകളാണ്. വളരെയധികം ബുദ്ധി വൈഭവവും സാമർഥ്യവും ഒക്കെയുള്ള ആളുകളാണ് ഇവർ. ഒരുപാട് പറയാറുണ്ട്, ഒരുപാട് നീളമുള്ള ആളുകളെക്കാൾ നീളം കുറഞ്ഞ ആളുകൾക്ക് വളരെ ബുദ്ധി വൈഭവവും ഒക്കെ കൂടുതലായിട്ടുള്ള. കാരണം നീളത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ നമ്മൾ ആരെയും കണക്കാക്കുന്നത്. ഇവിടെ ഭരണി നക്ഷത്രക്കാർ വളരെയധികം കർമ്മകുശലതയും ബുദ്ധി വൈഭവവും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ഇവർക്ക് കൊയ്യാൻ സാധിക്കുമെന്നത് യാതൊരു സംശയവുമില്ല. ഉയർച്ചയും സർവ്വ ഐശ്വര്യവും ഇവരുടെ ജന്മനാ തന്നെ മാതാപിതാക്കളിലേക്ക്, അതായത് കുഞ്ഞു ജനിച്ച് അവനൊരു അറിവായി അവൻ സമ്പാദിക്കുന്നത് വരെ അവൻ്റെ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലും വന്നു ചേരുന്നത് മാതാപിതാക്കളിലാണ്. അപ്പോൾ ഇവർ നിമിത്തം ഭരണി നക്ഷത്രത്തിൽ ജനിച്ച മകനായാലും മകളായാലും നിമിത്തം മാതാപിതാക്കൾക്ക് ആ അനുഗ്രഹമായ ജീവിതം
ജീവിതം ഉണ്ടാകുന്നതാണ്. ജോലിപരമായാലും സാമ്പത്തികപരമായാലും ഇവർ ചെന്ന് തൊടുന്നതൊക്കെ നേട്ടമായി ഭവിക്കുന്നതാണ്. ജന്മനാ തന്നെ ആ ഒരു ഭാഗ്യം ഇവർക്കുള്ളതിനാൽ തന്നെ ഇവർ പെട്ടെന്നൊന്നും അങ്ങനെ ഇവരെ ആടി ഉലച്ച് തള്ളിയിടാമെന്നൊന്നും ആര് വിചാരിച്ചാലും നടക്കില്ല. കാരണം ജന്മനാ ദൈവത്തിൻ്റെ ഒരു വരദാനം എല്ലാ കുഞ്ഞുങ്ങളിലും ഉണ്ട്. എങ്കിൽ പോലും ഭരണി നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങളിൽ അല്പം അധികം ഭാഗ്യം ഉണ്ട്. അടുത്തത് മകം നക്ഷത്രമാണ്. വളരെയധികം ഭാഗ്യം ചെയ്ത സൗന്ദര്യമുള്ള നക്ഷത്രക്കാരാണ് മക നക്ഷത്രക്കാർ. കണ്ണുകൾക്കൊരു പ്രത്യേക വശ്യതയുള്ള, അല്ലെങ്കിൽ എന്ത് കണ്ടാലും അതിനെ അട്രാക്റ്റ് ചെയ്ത് പെട്ടെന്ന് ബ്രെയിനിൽ അത് സേവ് ചെയ്യാനൊക്കെയുള്ള കഴിവുള്ള ഒരു നക്ഷത്രം കൂടിയാണ്. ഭാഗ്യമുള്ളവരാണ് ഇവർ. ഈ നക്ഷത്രക്കാർ മക്കളായി വരുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി അവരുടെ മാതാപിതാക്കൾക്ക് കൊണ്ടുവരുന്നതാണ്. ഇവർ മകം നക്ഷത്രത്തിലുള്ള കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം നിങ്ങൾ മാതാപിതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് ചില ആളുകളുണ്ട് കുട്ടികൾ ജനിച്ചിട്ടാണ് സ്വന്തമായിട്ട് വീട് പോലും വെക്കാൻ സാധിച്ചു. കുഞ്ഞുമായിട്ട് പ്രസവം കഴിഞ്ഞു വന്നതിന് ശേഷം ഒരു വീട്ടിൽ, സ്വന്തമായിട്ടൊരു വീട്ടിലല്ല വാടക വീട്ടിലാണ് കഴിഞ്ഞത്. ഈ കുഞ്ഞിൻ്റെ വരവോടുകൂടി സ്വന്തം വീട് വെച്ചു, വാഹനം വാങ്ങിച്ചു, അച്ഛന് ഗൾഫിൽ പോകാൻ സാധിച്ചു എന്നൊക്കെ കുട്ടികൾ പറയാറില്ലേ. അപ്പോൾ മകം നക്ഷത്രത്തിൽ പിറക്കുന്ന കുട്ടികൾ അങ്ങനെ ഭാഗ്യമുള്ളവർ തന്നെയാണ്. കാരണം ഇവർ നിമിത്തം ആ മാതാപിതാക്കൾക്ക് മേന്മേൽ ഗതി, അതായത് നേട്ടമുണ്ടാകും, മേലിൽ ഗതി ഉണ്ടാകും, മേന്മ വർദ്ധിക്കും, ഐശ്വര്യവും ക്ഷേമവും ഒക്കെ ഉണ്ടാകുന്നതുമാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. പിറവിയോടെ മാതാപിതാക്കൾക്ക് ഭാഗ്യമായി മാറുന്ന നക്ഷത്രമാണ് പൂരം. പൂരം പുരുഷൻ പിറക്കണം എന്ന് പറയുന്നത്, പുരുഷനെ പോലെ തന്നെ തുല്യമായ ശക്തിയായിട്ട് തന്നെയാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. പ്രത്യേക പഠിക്കാനൊക്കെ ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മതി, പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തെടുക്കാനുള്ള കുട്ടികളുടെ കഴിവ് അപാരം തന്നെയാണ്. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഇവർക്ക് കൂടപ്പിറപ്പായുള്ളതാണ്. എന്ത് കാര്യത്തിനും ഓടിച്ചെന്ന് ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു ധൈര്യം അത് പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്കുള്ള, പുരുഷനുള്ളതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കുണ്ട്. അതുപോലെ തന്നെ ഇവർ എന്ത് തൊട്ടാലും അത് നേട്ടമായിരിക്കും. കച്ചവട മേഖലയൊക്കെ ഇവർക്ക് വളരെയധികം, ഇവർക്ക് ജന്മനാ തന്നെ ആ ഒരു ഇതെല്ലാം പഠിച്ചിട്ടാണ് ഇവർ, അതായത് ദൈവത്തിൻ്റെ ഒരു കരസ്പർശം ഇവരിൽ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജി ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഏത് കാര്യം. അതുപോലെ മാത്സിൽ വളരെയധികം നൈപുണ്യമുള്ളവരായിരിക്കും പൂരം നക്ഷത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കണക്കുമായിട്ടുള്ള കളികൾക്ക് ഇവർക്ക് വളരെയധികം, ഇവരെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കുകയുമില്ല. അപ്പോൾ ഈ കുട്ടികളൊക്കെ കാരണം ഇവർക്ക് പ്രത്യേക ഒരു പവർ ഉള്ളതിനാൽ തന്നെ ഇവർ തൊടുന്നതൊക്കെ നേട്ടമാകും. അപ്പോൾ ആ നേട്ടം നിമിത്തം അറിയപ്പെടാനുള്ള ഭാഗ്യം കൂടിയാണ് ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് ഉണ്ടാക്കുന്നത്. അത് നിമിത്തം ഭാഗ്യം, അതായത് നമ്മളൊരു കോമ്പറ്റീഷൻ ചെയ്യുന്ന വിൻ ചെയ്യുമ്പോൾ അതുവഴി ആ കുട്ടികളുടെ മാതാപിതാക്കൾ ആരുടെ കുട്ടിയാണിത്, അല്ലെങ്കിൽ ഇന്ന ആളുടെ മോളാണ്, ഇന്ന ആളുടെ മോളാണ് എന്നൊക്കെ പറയുമ്പോൾ അതുവഴി മാതാപിതാക്കൾ ഉയരുകയാണ്. അങ്ങനെ ഇവർ വീണ്ടും വീണ്ടും വച്ചടി കയറുന്നതനുസരിച്ച് മാതാപിതാക്കൾക്കും അതിൻ്റെതായ നേട്ടം, ഭാഗ്യം. കാരണം അങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് ഉണ്ടായല്ലോ, അവളെ മുഖേന എനിക്ക്, അല്ലെങ്കിൽ അവൻ മുഖേന എനിക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നല്ലോ എന്ന ഒരു ആത്മസംതൃപ്തി കൂടി ഇവർക്കുണ്ടാവുകയാണ്. അങ്ങനെയൊക്കെ നേട്ടത്തിലേക്ക് ഈ മക്കൾ നിമിത്തം മാതാപിതാക്കൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. 27 നക്ഷത്രക്കാരും അതിഭാഗ്യശാലികളാണ്. എങ്കിൽ പോലും ആ ഒരു ജനന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തിനനുസരിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഏറ്റക്കുറച്ചിലും ഉണ്ടാവും. എന്നാലും പൊതു നക്ഷത്രഫലം നോക്കുകയാണെങ്കിൽ എല്ലാവരും തുല്യമായ സ്വഭാവമൊക്കെ ആണെങ്കിലും ജനന സമയമാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രാധാന്യം. അതായത് എൻ്റെ നക്ഷത്രം ഇന്നതാണ്, അവൻ്റെയും ഇതാണ്, ഞാൻ കിടന്ന് വിഷമിക്കുന്നു, അവൻ നോക്ക് കോടീശ്വരനായി കഴിയുന്നു. കാരണം എന്താണ്, അവിടെ ജനന സമയത്തിൻ്റെ പ്രത്യേകത എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് ഭാഗ്യവുമായി ജനിക്കുന്ന നക്ഷത്രക്കാരായ മക്കൾ, കുറച്ച് മക്കളുടെ കാര്യമാണ് പറഞ്ഞത്, എല്ലാ മക്കളും ഭാഗ്യശാലികൾ തന്നെയാണ്. ഈ ലോകത്തുള്ള ഓരോ ദൈവം ഇങ്ങോട്ട് പിറവി കൊടുത്തു വിട്ട, അത് മനുഷ്യനായാലും മൃഗമായാലും സസ്യങ്ങളായാലും ജീവജാലങ്ങളും എല്ലാം ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വന്ന് നമുക്ക് വസിക്കാനായി ദൈവം ഭാഗ്യം ഒരുക്കി തന്നത് തന്നെ. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. എങ്കിൽ പോലും ചില നക്ഷത്രക്കാർ അല്പം നേട്ടമുള്ള കുട്ടികളാണ്. അത് ജീവിതത്തിൽ അതിൻ്റെ നേട്ടം കൂടുതൽ അനുഭവിക്കാൻ യോഗം കിട്ടുന്നതും മാതാപിതാക്കൾക്കായിരിക്കും. കാരണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ജന്മം നൽകാൻ സാധിച്ചു എന്നത് തന്നെ അവരുടെ അഭിമാനത്തിന് വീണ്ടും ഒരു പൊൻതൂവൽ നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഭാഗ്യാനുഭവമായി മാതാപിതാക്കൾക്ക് മാറുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്.